ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. ഞാൻ ഇതുവരെ പുറത്തുനിന്നൊന്നും ഇത് കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒരു എഗ്ഗ് മോമോൻ്റെ റെസിപ്പിയാണ് ഞാനിത് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു മസാല റെഡിയാക്കാനുണ്ട്. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ അതിലേക്കുള്ള വെജിറ്റബിൾസ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ആദ്യം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി. എന്നിട്ട് അതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് ചോപ്പ് ചെയ്തതും ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴഞ്ഞു വരാൻ വേണ്ടി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചു. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ ഇളക്കി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടുള്ളൊരു മോമോണല്ലോ. അപ്പം ഞാനൊരു 6 മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് നല്ലപോലെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഈ ഒരു മസാലയ്ക്ക് അത് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആ മസാല അതിലേക്ക് നന്നായിട്ട് പിടിക്കണമല്ലോ. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കുള്ളത് ഒരു നല്ല ടേസ്റ്റി സോസാണ് കേട്ടോ. നല്ല ടേസ്റ്റിൻ്റെ ഒരു സോസ്. അതിനാവശ്യമുള്ളത് 2 വലിയ തക്കാളി പഴുത്തത്, ഒരു 4 വറ്റൽമുളക്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുക്കണം. എന്നിട്ട് അതേ പാനിൽ നമുക്ക് ഈ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ട് അതൊന്ന് വഴൻ്റെ ശേഷം നമുക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് അത് കുറച്ചൊരു വെള്ളം കൂടി അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ വിനീഗറും, ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 2 സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാനുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു കട്ടിയായിട്ടൊരു സോസ് രൂപത്തിൽ നമുക്കിത് കിട്ടും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കതിലേക്ക് ഒരു മാവ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണത്. എന്നിട്ട് അതൊന്നും കൂടെ 5 മിനിറ്റിന് ശേഷം ഒന്നും കൂടെ എടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത ശേഷം നമുക്കതിങ്ങനെ പത്തിരിക്ക് പരത്തുന്നത് പോലെ നല്ലപോലെ തിന്നായിട്ട് പരത്തി. അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടപ്പോ എന്തെങ്കിലും ഒരു വട്ടത്തിൽ എന്തെങ്കിലും ഉള്ള ഒരു ഷേപ്പുള്ളൊരു സാധനം വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മാവും ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുക. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതുപോലെയുള്ള ഹോൾസ് ഉള്ള ഒരു പാത്രം വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ റൗണ്ടിലും കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് മൊമോസിന് വേണ്ടിയിട്ട് നമ്മളൊരു കിഴി പോലെയാണല്ലോ ഇത് ഉണ്ടാവുക. അപ്പോൾ നമുക്കതിങ്ങനെ കുറച്ച് ഞെറി പോലെ എടുത്തിട്ട് നമുക്കത് ഒരു കിഴി പോലെ ആക്കിയെടുക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാനത് കിഴി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾക്ക് ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ കിഴി പിടിക്കുമ്പോൾ മൊത്തത്തിലൊന്ന് ചുരുട്ടി പിടിച്ചിട്ട് നമ്മളത് ഇങ്ങോട്ട് ചുരുട്ടല്ലേ ചെയ്യുക. അതേപോലെ ചെയ്താൽ മതി. പിന്നെ ഞാനതൊരു പൂവടയുടെ ഷേപ്പിൽക്കാക്കിയിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ കിഴി പോലെ എടുത്തു. അപ്പോൾ ശരിക്കും പോലെ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്ത് ഞാനിത് എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ തട്ടിലേക്ക് വെക്കാം. ബാക്കിയുള്ള കുറച്ച് മോമോസ് എടുത്തിട്ട് ഞാൻ ഓയിലൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഏതോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവാൻ നോക്കാൻ വേണ്ടി. അപ്പോൾ ആവിയിലും ഓയിലിലും ഞാനിത് വേവിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആവിയിൽ വേവിച്ചതായിരുന്നു കേട്ടോ. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. ആ ഒരു സ്പെഷ്യൽ സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ മോമോസ് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല, നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനാണ് കുറച്ചും കൂടെ ടേസ്റ്റും ഹെൽത്തിയും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.